Assalamualaikum. Welcome back to Rabizworld. നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് എങ്ങനെ നല്ല ഒരു പ്ലാന്റ് പോട്ട് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒഴിഞ്ഞ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിന്നെ ബോർഡർ ഗ്രാസ് അഥവാ സ്റ്റാർ ഗ്രാസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഹെമിഗ്രാഫിക്സ് റിപ്പൻഡ എന്ന ചെടിയുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. മിനറൽ വാട്ടറിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്, ഒരേ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. ഇത് രണ്ടു വശവും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗം അല്പം ഉയരത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് പോട്ടിംഗ് മിക്സ് എടുക്കേണ്ടത്. ഇങ്ങനെ രണ്ടു വശവും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിൽ നമുക്ക് പെയിൻറ് കൊടുക്കാം. ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. നിങ്ങൾ അല്പം കൂടെ ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം വൈറ്റ് പെയിൻ്റ് അടിച്ചതിന് ശേഷം വാർണിഷ് കൊടുക്കാവുന്നതാണ്. ഇതിനു വേണ്ടി പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. ഞാനിവിടെ മണലും ചുവന്ന മണ്ണും ചാണകപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഈ മണലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിച്ചോറും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കയറുകളും ഒരേ ലെവലിൽ എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പിൽ ഹോൾഡ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തും എടുക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ കയറുകളും ഇതുപോലെ ഞാൻ മുത്തു കെട്ടിയെടുത്തിട്ടുണ്ട്. ഒരേ ലെവലിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്പൈറൽ ഹാങ്ങിങ്ങിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഒരേ ലെവലിലുള്ള കയറുകളായിരിക്കണം. ഇതുപോലെ ഹോൾസ് ഇട്ട ടോപ്പായിരിക്കണം ഈ ബോട്ടിൽ ഉണ്ടാവേണ്ടത്. ഈ ഹോൾസിലാണ് നമ്മൾ ഈ കയറ് ഹാങ് ചെയ്തിടാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് പോട്ടിംഗ് മിക്സ് നിറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ബോട്ടിലും ഞാൻ ഇതുപോലെ പോട്ടിംഗ് മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഊരി അതിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കയറ് കോർത്തെടുക്കാം. ഇതേ ഞാൻ ഇതുപോലെ കോർത്തെടുത്ത് ഹാങ്ങിങ്ങിന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റിങ് തുടങ്ങാം. ഞാനിവിടെ സ്റ്റാർ ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേത് പ്ലാന്റും ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാർ ഗ്രാസ് ആണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മണി ചെടിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ചെടിയും ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിംഗ് പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാൻ പറ്റും. ഡെയിലി വാട്ടറിങ് ആവശ്യമാണ്. ഈ ഗ്രാസ് വളരുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് ഈ ഒരു ഗ്രാസ് നിലനിർത്തിയാൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഹെമിഗ്രാഫിക്സ് റിപ്പൻ്റെ എന്ന സ്റ്റാർ ഗ്രാസിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ എല്ലാവരും കാണണം. അതിൻ്റെ കെയറിങ്ങും പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന രീതിയും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ആ വീഡിയോ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.